നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുന്നതിന് ആരോഗ്യം വേണം, സന്തോഷവും സമാധാനവും ഒക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പണം എന്ന് പറയുന്നത്. മറ്റെന്തുണ്ടെങ്കിലും പണമില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ പേരും ബുദ്ധിമുട്ടുന്നത് പണത്തിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാകുന്നതിന്, അതായത് ലക്ഷ്മിവാസത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്കിതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കും അതൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത് വഴി വളരെ നല്ല വ്യത്യാസമുണ്ടാകും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിനുള്ളിലേക്ക് മഹാലക്ഷ്മിയുടെ ദൃഷ്ടി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ വീടിനുള്ളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെക്കുക എന്നുള്ളതാണ്. അതെവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഡോറിന് മുകളിലായിട്ട് വേണം വെക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മഹാലക്ഷ്മിയെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങുകയും ചെയ്യാവുന്നതാണ്. മഹാലക്ഷ്മി നമ്മുടെ വീടിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോട്ടോ വെക്കുന്നത്. ഈ ഫോട്ടോയ്ക്ക് ഗൃഹലക്ഷ്മി എന്നാണ് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗൃഹലക്ഷ്മി ഫോട്ടോ കാണാൻ സാധിക്കും. ഗ്രീൻ കളർ സാരിയുള്ള മഹാലക്ഷ്മിയുടെ ഫോട്ടോ ആണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും കളറിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി താമരയിൽ ഇരിക്കുന്ന ഫോട്ടോയും വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ വീട് നോർത്ത് ഫേസിംഗ് ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അപ്പോൾ നമുക്ക് സൗത്ത് ഫേസിംഗ് ആയിട്ട് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. മഹാലക്ഷ്മിയുടെ ഫോട്ടോ നമ്മുടെ ഫ്രണ്ട് ഡോറിന് മുകളിലായി വെക്കുമ്പോൾ അവിടെ നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിനുള്ളിലേക്ക് മഹാലക്ഷ്മിയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഏതൊരു ഡയറക്ഷൻ ആണെങ്കിലും വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട് ഡോറിന് മുകളിലായിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെക്കാൻ സാധിക്കില്ല, അവിടെ സ്ഥലമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ട് ഡോർ തുറക്കുന്ന ഉടനെ നമ്മൾ കാണുന്ന ആ ഒരു മതിലിൽ, അതായത് ഫ്രണ്ട് ഡോറിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോ വെക്കാവുന്നതാണ്. ഫ്രണ്ട് ഡോർ തുറക്കുന്ന ഉടനെ തന്നെ ആ ഒരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. ആ രീതിയിലും വെക്കാവുന്നതാണ്. എന്താണ് അതിന് പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വെങ്കടേശ്വര സ്വാമിയുടെ മാത്രമായിട്ടുള്ള ഫോട്ടോ ആണ് അവിടെ വെക്കേണ്ടത്. വെങ്കടേശ്വര സ്വാമിയും മഹാലക്ഷ്മിയും ഒന്നിച്ചുള്ള ഫോട്ടോ വെക്കാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോ വെക്കുമ്പോൾ മഹാലക്ഷ്മി ഭഗവാനെ തേടി നമ്മുടെ വീട്ടിലേക്ക് വരും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഫ്രണ്ട് ഡോർ തുറക്കുന്ന ഉടനെ തന്നെ ഭഗവാന്റെ ആ ഒരു ഫോട്ടോ വെക്കുന്നത് വഴി. ഇത് ഗൃഹലക്ഷ്മി ഫോട്ടോ ഫ്രണ്ട് ഡോറിന് മുകളിൽ വെക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു രീതിയും ഫോളോ ചെയ്യാവുന്നതാണ്. കൂടുതലായും നമ്മൾ തെലുങ്കാനയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. അവരുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നാൽ ആദ്യം കാണാൻ സാധിക്കുന്നത് വെങ്കടേശ്വര സ്വാമിയുടെ വളരെ വലിയൊരു ഫോട്ടോ ആയിരിക്കും. അതും വളരെയധികം ഷൈനിങ് ആയിട്ടുള്ള, അതായത് നല്ല തിളക്കമായിരിക്കും ആ ഫോട്ടോയ്ക്ക്. അങ്ങനെയുള്ള ഫോട്ടോ ആണ് അവർ വെക്കാറുള്ളത്. നമുക്കിപ്പോ അതിനൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ നല്ല ഒരു ഫോട്ടോ വാങ്ങി വെക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ 30 തിങ്കളാഴ്ചകളിലും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസി മാല സമർപ്പിക്കുക. അവിടെ മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂ മാലയും സമർപ്പിക്കുക. ഇത് ഒരു വർഷം കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു വർഷം എന്ന് പറയുമ്പോൾ വെറും 12 പ്രാവശ്യം ഇത് ചെയ്താൽ മതി. 30 തിങ്കളാഴ്ച എന്ന് പറയുന്നത് എല്ലാ മലയാള മാസത്തിലും വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ഇനി ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കുളിക്കുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്ത് തൈര് തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് കല്ലുപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തൈര് തേച്ച് കുളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ദാരിദ്ര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എന്നുള്ളതാണ്. ശരീരത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റിയൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇത് ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓറ ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് 1-2 ഏലക്ക കൂടി അതിനകത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത്, ഏലക്ക നമുക്ക് എടുത്ത് കളയാം, ചേർത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളിക്കുന്നത്
നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു കാര്യവും ഫോളോ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം തൈര് തേച്ച് കുളിക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏലക്കയിട്ട വെള്ളം ചേർത്തും കുളിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും. ഇതൊക്കെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയാകില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന്. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അടുത്തതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്ന്, അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും കാണും. ആ ഒരു 12 മണി സമയത്ത് ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണവും നൽകി അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി 1 രൂപ കോയിൻ കൂടി വാങ്ങിക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. മാത്രമല്ല ആ ഒരു 1 റുപ്പി കോയിൻ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് കേരളത്തിൽ കൂടുതലായി ചെയ്യാറില്ല, നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായും ചെയ്യുന്നത്. അവർ ഏതൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ഒരു രൂപ കോയിനോ 5 രൂപ കോയിനോ നമ്മുടെ തലയിൽ ചുറ്റിയിട്ട് നമുക്ക് തരും. അത് വാങ്ങി അവർ അവരുടെ ക്യാഷ് ബോക്സിൽ വെക്കുകയാണ് പതിവ്. ചെയ്യാൻ സാധിക്കുന്നവർ, കേരളത്തിന് പുറത്തുള്ളവർക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ കാര്യം ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി അടുത്തതായി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, മിക്കവരും വീട് മോപ്പ് ചെയ്യുമ്പോൾ, തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് തുടയ്ക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. വീട് മുഴുവൻ തുടച്ചതിന് ശേഷം കുറച്ച് ഗോമൂത്രം ഒരു മാവിലയിലോ അല്ലെങ്കിൽ ഒരു ഇലയെടുത്ത് ചെറുതായിട്ട് നമ്മുടെ വീടിനുള്ളിൽ തളിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി, ഒരുപാട് ഒഴിച്ച് അവിടെ മുഴുവൻ വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വീടെല്ലാം നല്ലതുപോലെ തൂത്ത് തുടച്ചതിന് ശേഷം ഗോമൂത്രം തളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീട് തൂത്തതിന് ശേഷമാണല്ലോ നമ്മൾ തുടയ്ക്കാറുള്ളത്. അപ്പോൾ വീട് തുടയ്ക്കുന്നതിന് മുൻപായിട്ട് വീട് തൂത്തതിന് ശേഷം ഗോമൂത്രം കൊണ്ട് തളിച്ചിട്ട് പിന്നീട് വീട് തുടയ്ക്കാവുന്നതാണ്. ഈ 2 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, എല്ലാ മാസവും സങ്കടഹര ചതുർത്ഥി വരാറുണ്ട്. സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് പൗർണമി, അതായത് വെളുത്തവാവ് കഴിഞ്ഞ് 4ാമത്തെ തിഥിയാണ്. കറുത്തവാവ് കഴിഞ്ഞും 4ാമത്തെ തിഥി ചതുർത്ഥി തന്നെയാണ്. ഞാനിവിടെ പറയുന്നത് പൗർണമി കഴിഞ്ഞുള്ള 4ാമത്തെ തിഥി, അത് നമ്മൾ സങ്കടഹര ചതുർത്ഥി എന്നാണ് പറയുന്നത്. സങ്കടഹര ചതുർത്ഥി ദിവസം രാവിലെയോ വൈകുന്നേരമോ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി കറുകമാല സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ മാസവും ഒരേ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ചിലപ്പോൾ എല്ലാവർക്കും ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല. സങ്കടഹര ചതുർത്ഥി ദിവസം പോകാൻ സാധിക്കാത്തവർ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് കറുകമാല ചാർത്തുകയോ അല്ലെങ്കിൽ കറുക കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഇത് മുടങ്ങാതെ തന്നെ ഒരു വർഷം ഫോളോ ചെയ്യുക. അർച്ചന എന്ന് പറയുമ്പോൾ ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലി ഒരു 21 കറുക സമർപ്പിച്ച് അർച്ചന ചെയ്താൽ മതി. ഇതും ഒരു വർഷമാണ് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു വർഷം നമ്മൾ ഗണപതി ഭഗവാന് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കുന്നതിനും എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുന്നതിനും വേണ്ടി ചൊല്ലേണ്ട ഒരു സ്തോത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കനകധാര സ്തോത്രം തന്നെയാണ്. കനകധാര സ്തോത്രം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലണം എന്നുള്ളതാണ്. അക്ഷരത്തെറ്റുണ്ടാകും എന്ന് സംശയമുള്ളവർക്ക് മൊബൈലിൽ ഓൺ ചെയ്ത് ഭക്തിയോടുകൂടി അത് നിത്യവും കേൾക്കുന്നത് തന്നെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. കനകധാര സ്തോത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്തതിനു ശേഷം ഒരു കൂവളയില മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, രാവിലെ ഉണരുമ്പോൾ എല്ലാവരും തന്നെ ദൈവത്തിന്റെ ഫോട്ടോസോ കൈവെള്ളയോ ഒക്കെ തന്നെ കണ്ടുകൊണ്ടാണ് ഉണരാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മുടെ കൈവെള്ളകൾ കണി കണ്ടുകൊണ്ട് ഉണരുന്നതാണ്. അതിനുശേഷം നമ്മൾ നിലത്തേക്ക് നമ്മുടെ വലത് കാലെടുത്ത് വെക്കുന്നതിന് മുൻപായി ഭൂമിദേവിയെ തൊഴുതുകൊണ്ട്
വലത് കാൽ നിലത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു കാര്യം എല്ലാവരും ഒരുപാട് പേർ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ആരെങ്കിലും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും നൽകുന്നത് ശുക്രഗ്രഹമാണ്. ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ചകളിൽ നമ്മൾ ശുക്രഹോര സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് പറയുന്നത്. വെള്ളപ്പയർ നമുക്ക് കിട്ടും. ലോബിയ, വൈറ്റ് ലോബിയ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി പുഴുങ്ങി മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര സമയത്ത് ഒന്നുകിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയോ, രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തോ പുഴുങ്ങി അതിൽ കുറച്ച് തേൻ ഒഴിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ തേൻ ഇല്ലാതെയും വെക്കാം, പക്ഷെ ഉപ്പിട്ട് വേവിക്കാൻ പാടില്ല. ഇനി നമ്മുടെ വീട്ടിൽ എപ്പോഴും പണം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ക്യാഷ് വെക്കുന്ന അലമാര എപ്പോഴും നോർത്ത് ഫേസിംഗ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് നോർത്തിലേക്ക് അലമാര ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഡയറക്ഷൻ ഒക്കെ ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. ഈ ഡയറക്ഷനിൽ വെക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.